ഞാൻ തിരിച്ചടിയായി കാണില്ല. പക്ഷേ മാസപ്പടി കേസിൽ ഞാനൊരു ഡെഡിക്കേറ്റഡ് ലീഗൽ ഫൈറ്റ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായിട്ടും ആത്മസമർപ്പണത്തോടു കൂടിയുള്ള ഒരു നിയമ പോരാട്ടം ഞാൻ നടത്തി. അത് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ കൊണ്ടുവന്ന അപ്പീലിൽ ഇടപെടുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും മറ്റ് കാര്യങ്ങൾ വിശദമായി പിന്നാലെ ഞാൻ വിശദമാക്കാം. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ രണ്ട് ആസ്പെക്റ്റാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇതുവരെയും ഈ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മുമ്പിലുള്ള ചില ഫാക്ട്സ് ഉണ്ട്. ആ ഫാക്ട്സിനെ ഈ സുപ്രീം കോടതി വരെയും എതിർപക്ഷവും ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ല, കോടതിയും ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ല. അതായത് പിണറായി വിജയന്റെ മകൾ, മുഖ്യമന്ത്രിയുടെ മകൾ, കരിമണൽ കമ്പനിയിൽ നിന്നും പ്രത്യേകിച്ച് സേവനമൊന്നും നൽകാതെ 1.72 കോടി രൂപ ബാങ്ക് മുഖാന്തരം വാങ്ങിയെന്നും ഈ പണം വാങ്ങിയത് പ്രത്യേകിച്ച് സേവനമൊന്നും നൽകാതെയാണെന്നും ഉള്ള കാര്യം ഇതുവരെ ആരും ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ല. ഇത് അഴിമതിയുടെ പർവ്യൂവിൽ വരുമെന്നും ഇതിന് ഈ പണം വാങ്ങിയതിന് ഉത്തരം പറയാൻ പിണറായി വിജയൻ ബാധ്യസ്ഥനാണ് എന്നുമാണ് ഞാൻ എന്റെ ഹർജിയിൽ താഴെ കോടതി മുതൽ ആർഗ്യൂ ചെയ്തിരുന്നത്. അതായത് അതിന് കാരണം, ഒന്ന്, നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർക്കും പോലീസുകാർക്കും മാധ്യമങ്ങൾക്കും ഞങ്ങൾ പണം നൽകിയത് ഞങ്ങളുടെ ബിസിനസ് സുഗമമായി മുന്നോട്ട് പോകുന്നതിനാണ് എന്ന് ഈ കമ്പനിയുടെ ആളുകൾ തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ അവരുടെ സ്റ്റേറ്റ്മെന്റായി നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം പരിസ്ഥിതിയുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി കൂടിയാണ് പിണറായി വിജയൻ. സ്വാഭാവികമായിട്ടും മകൾക്ക് പ്രത്യേകിച്ച് സേവനമൊന്നും നൽകാതെ കിട്ടിയിരിക്കുന്ന പണത്തിന് ഉത്തരം പറയാൻ പിണറായി വിജയനും ബാധ്യസ്ഥനാണ് എന്നതാണ് എന്റെ ഹർജിയുടെ അടിസ്ഥാനം. പക്ഷേ സാങ്കേതികതകൾ ആണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇനിയും പുതിയ ഏതെങ്കിലും അഡീഷണൽ ഡോക്യുമെന്റ്സ് വെച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സമീപിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അത് ഓപ്പണായിട്ട് അവിടെയുണ്ട്. പക്ഷേ എന്റെ ഒരു കൺവിക്ഷൻ എന്ന് പറയുന്നത്, ഇതുവരെ ഉള്ള ഡോക്യുമെന്റ്സ് സ്പീക്സ് ലൗഡ് ആൻഡ് സഫീഷ്യന്റ്. അതായത് പ്രത്യേകിച്ച് സേവനമൊന്നും നൽകാതെ പണം നൽകുകയും എന്തിനു വേണ്ടി പണം നൽകി എന്നതിന് ഉത്തരമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിന് ഇത് അനിവാര്യമാണെന്ന് കമ്പനിയുടെ ഭാഗത്ത് തന്നെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുകയും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി, സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി മന്ത്രിയായി ഈ പണം വാങ്ങിയ ആളുടെ അച്ഛൻ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെ സംബന്ധിച്ച് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നടക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അത് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം, അഴിമതിക്കെതിരായിട്ടുള്ള, അഴിമതിക്കാരനല്ലാതിരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ അഴിമതി ചെയ്യാതിരുന്നാൽ മതി. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഒട്ടും എളുപ്പമല്ല എന്നതും നമുക്കറിയാം. പക്ഷേ നമ്മുടെ നിയമ സംവിധാനത്തിൽ പലപ്പോഴും പല കുറ്റകൃത്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും എല്ലാ കുറ്റകൃത്യങ്ങളിലും എല്ലാ കുറ്റവാളികളെയും ചിലപ്പോൾ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല.